നമ്മുടെ ഓണം സീരീസിലെ കുറുക്കു കാളൻ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായി ഞാനിവിടെ ഒരു പച്ചക്കായ തൊലി കളഞ്ഞ് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചേനയും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അടികട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് കായയും ചേനയും ചേർത്ത ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇതോടൊപ്പം 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ചു വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. തിള വന്ന് തുടങ്ങുമ്പോൾ അടപ്പ് തുറന്നു വേണം വേവിച്ചെടുക്കാൻ. ഇടവിട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഇങ്ങനെ ഈ കായയും ചേനയും നമുക്കൊരു പാകത്തിന് വേവിച്ചെടുക്കണം. കഷ്ണങ്ങളൊന്നും തന്നെ നന്നായി ഉടഞ്ഞു പോവാൻ പാടില്ല. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് കൂടി തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും അതോടൊപ്പം ഒരു പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാനായി ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊരു ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.25 കപ്പോളം നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ തൈര് ഒന്ന് തിളച്ചു വരുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. തൈര് നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പിന്നീട് ഇടവിട്ട് ഇളക്കിയാൽ മതിയാകും. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഞാനിവിടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് ഉപ്പിൻ്റെ അളവിലും മാറ്റം വരാം. ഇനി ഈ തൈര് നന്നായി വറ്റി വരുന്നത് വരെ നമുക്ക് ഇടവിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ തൈര് ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയെല്ലാം ആവശ്യത്തിന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തിടാം. അതിനായി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടി പൊട്ടി കഴിയുമ്പോൾ ഒരു ഉണക്കമുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്കു കാളൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്സ് കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് മറ്റൊരു ഓണം സ്പെഷ്യൽ വിഭവവുമായി വീണ്ടും കാണാം.